അപ്പോൾ അദ്ദേഹം പറയണ്ടേ, അപ്പോൾ നമ്മളെ ഭിന്നിപ്പിക്കാനാണ്, ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി പോലും പറഞ്ഞു നമ്മളെ ഭിന്നിപ്പിക്കാനാണ് മതം ചോദിച്ച് വെടിവെച്ചതെന്ന്. അപ്പം മോദി ഇന്നലെ പ്രസംഗിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരേണ്ട ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, നമ്മളെ ഭിന്നിപ്പിക്കാനാണ് അവർ മതം ചോദിച്ച് വെടിവെച്ചത്. നമ്മൾ ഭിന്നിക്കാൻ പാടില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമുക്കിടയിൽ വിഭാഗീയത ഉണ്ടാവാറ്. നമുക്കിടയിൽ വലിയ വിഭാഗീയത ഉണ്ടായല്ലോ ആ സമയത്ത്. ഭയങ്കരമായ തോതിലുള്ള കശ്മീരികളെ തല്ലി ഓടിക്കുക, മുസ്ലിം പേരുകളിൽ അവരുടെ ഹോട്ടലുകൾ ഇതൊക്കെ ആക്രമിക്കുക, എത്രയോ സംഭവങ്ങൾ കണ്ടു. അപ്പം നിങ്ങൾ ജനങ്ങളെ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശത്രുവിൻ്റെ ശ്രമത്തിൽ നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്, നമ്മൾ ഒരുമിക്കണം എന്നൊരു വാക്ക് പറയണമല്ലോ. മണിപ്പൂരിലെ മനുഷ്യരോട് പറയണമല്ലോ, നിങ്ങൾ തമ്മിൽ തല്ലല്ലോ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, ശാന്തിയും സമാധാനവും വേണ്ട ഒരു വാക്ക് പറയണമല്ലോ. ഈ വാക്ക് അദ്ദേഹം എപ്പോഴും മിസ് ചെയ്യും, വിട്ടുപോകുന്നതായിരിക്കും, പക്ഷേ അത് അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ യുദ്ധവിജയം നമ്മൾ നേടിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് വിക്രം മിശ്രയെ ആക്രമിക്കുന്നത്? നിങ്ങൾ വ്യക്തികളെ ആക്രമിക്കരുത്. അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, അവരിതിനു വേണ്ടി പണിയെടുത്ത മനുഷ്യരാണ്, അവരെ ആക്രമിക്കരുത് എന്നൊക്കെ പറയാനുള്ള ബാധ്യതയില്ല. അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ഇതുമാത്രമേ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് അദ്ദേഹം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, അദ്ദേഹം കൊടുക്കുന്ന മറുപടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. സോ അത്ഭുതമൊന്നും തോന്നുന്നില്ല. നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റൈൽ അതാണ്. അദ്ദേഹം അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകാനിരിക്കെ തൻ്റെ സർക്കാരിന് എന്തെങ്കിലും വീഴ്ച പറ്റിയെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആദ്യം തന്നെ അവർ അഡ്വാൻസ് ചെയ്തു വെച്ചാൽ അവർക്കൊരു നേട്ടം ഉണ്ടായി. കാരണം ആർക്കും അത് ചോദിക്കാൻ പേടിയാണ്. പ്രതിപക്ഷം പോയി ചോദിച്ചാൽ എപ്പോഴും നമ്മൾ കാണുന്നുള്ളൂ. എല്ലാവരും, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും അതിനകത്ത് വളരെ മയപ്പെട്ടാണ് ചോദിച്ചത്. സോ അത് അവർ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു, അവരതിൻ്റെ ഒരു എഡ്ജ് എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് ആരെങ്കിലും ബഹളം വെച്ചാലും അത് എത്തിക്കാൻ പാടാണ്. അത്രയും അവർ ഈ രാജ്യം ഒട്ടാകെ ഈ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിനെ മുക്കിക്കഴിഞ്ഞു. ആ ചോദ്യമൊന്നും ഇനി അധികം കാലം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ സത്യപാൽ മല്ലിക് കശ്മീർ ഗവർണറായിരിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ ഇങ്ങനെ വന്ന് അവസാനിച്ചേ പോകും. മോദിയുടെ വലിയ ശബ്ദത്തിലുള്ള പ്രസംഗങ്ങൾ മാത്രം അവശേഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.